മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, നവൂമ, നമൂറ തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ട് പ്രകാരം 2025 ഡിഫൻസ് സെക്ടറും റിയാലിറ്റി സെക്ടറും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. നവൂമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ ഡിഫൻസ് സെക്ടർ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് പരാമർശിക്കുന്നത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ $130 ബില്യൺ കാപ്പെക്സ് അല്ലെങ്കിൽ സ്പെൻഡിംഗ് ആണ് വരാൻ പോകുന്നത്. കൂടാതെ ഗ്ലോബലി സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റ് ആയതുകൊണ്ട് ലോക്കലൈസേഷനിലേക്ക് ഉയർന്ന പുഷ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോക്കൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടി വരുന്നു. ട്രംപ് അധികാരത്തിലേൽക്കുന്നതോടുകൂടി ഇന്ത്യയുടെയും US-ൻ്റെയും ഡിഫൻസ് കോപ്പറേഷൻ ഇംപ്രൂവ് ആവുകയും ഇത് ഡിഫൻസ് സെക്ടറിന് ഒരു പുതിയ ഉണർവ് നൽകുകയും ചെയ്യും. നവൂമ മാത്രമല്ല, ഫിലിപ്സ് ക്യാപിറ്റലും ഡിഫൻസ് സെക്ടറിൽ ബൈ അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. ഡിഫൻസ് സെക്ടറിൽ മൾട്ടി ഫോൾഡ് ഗ്രോത്ത് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഫിലിപ്സ് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഡിഫൻസ് കമ്പനികൾക്കുള്ള സ്ട്രാറ്റജിക് മോട്ടും ഡിഫൻസ് കമ്പനികളുടെ ക്യാഷ് റിച്ച് ബാലൻസ് ഷീറ്റും കൂടാതെ ഡിഫൻസ് പ്രൊഡക്റ്റുകളുടെ എക്സ്പോർട്ടും ഓപ്പറേഷണൽ എഫിഷ്യൻസീസിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഫിലിപ്പ് ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇനി ഫിലിപ്പ് ക്യാപിറ്റൽ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതും ബൈ റെക്കമെൻഡേഷൻ നൽകിയതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ്, 32% അപ്സൈഡിൽ 3400 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, 31% അപ്സൈഡിൽ 5500 രൂപയുടെ ടാർഗറ്റാണ് ഫിലിപ്സ് ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തേത് ഡാറ്റ പാറ്റേൺസ്, 32% അപ്സൈഡിൽ 3400 രൂപയുടെ ടാർഗറ്റ്. നാലാമത്തേത് സോളാർ ഇൻഡസ്ട്രീസിന് ന്യൂട്രൽ എന്ന റേറ്റിംഗും 22% അപ്സൈഡിൽ 12000 രൂപയുടെ ടാർഗറ്റും. മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ്, 12.9% 1400 രൂപയുടെ ടാർഗറ്റാണ് ഭാരത് ഡൈനാമിക്സിന് ഫിലിപ്സ് ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത്. ഫിലിപ്സ് ക്യാപിറ്റലിനെ പോലെ തന്നെ എലറ ക്യാപിറ്റലും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബുള്ളിഷ് ട്രെൻഡാണ് വെച്ച് പുലർത്തുന്നത്. വരും സമയങ്ങളിൽ മൾട്ടി ഫോൾഡ് ഗ്രോത്ത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്സ്പോർട്ട് 1100 കോടിക്ക് മുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 5465 രൂപയുടെ ടാർഗറ്റ് നൽകി. ഭാരത് ഇലക്ട്രോണിക്സിന് ബൈ എന്ന റേറ്റിംഗും 345 രൂപയുടെ ടാർഗറ്റും, ഭാരത് ഡൈനാമിക്സിന് അക്കുമുലേറ്റ് എന്ന റേറ്റിംഗും 1300 രൂപയുടെ ടാർഗറ്റും, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറിന് ബൈ എന്ന റേറ്റിംഗും 1660 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഡിഫൻസ് സെക്ടറിൽ മാത്രമല്ല നവൂമ റിയാലിറ്റി സെക്ടറിലും പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു. 11 റിയാലിറ്റി ഡെവലപ്പിംഗ് കമ്പനികളുടെ നെറ്റ് ഡെപ്റ്റ് ഇടിഞ്ഞതും കാപ്പെക്സ് ഉയർന്നതും റിയാലിറ്റി സെക്ടർ വരും സമയങ്ങളിൽ പെർഫോം ചെയ്യുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. കൂടാതെ കമ്പനികളുടെ ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്റ്റീജ്, ബ്രിഗേഡ് എൻ്റർപ്രൈസസ് പോലുള്ള സ്റ്റോക്കുകളെയാണ് നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇനി ഡിഫൻസ് റിയാലിറ്റി സെക്ടർ മാത്രമല്ല 2025 പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ 2025 ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതും അതേസമയം റിസ്ക് കുറഞ്ഞതുമായ ചില ലാർജ് ക്യാപ് സ്റ്റോക്കുകളെയും ഷെയർഖാൻ എന്ന ബ്രോക്കേജ് ഏജൻസി പരിചയപ്പെടുത്തുന്നു. ഷെയർഖാൻ റെക്കമെൻഡ് ചെയ്ത ചില സ്റ്റോക്കുകളെയും അവയ്ക്ക് പിന്നിലെ ടാർഗറ്റുമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് ഭാരതി എയർടെലിന് 15% അപ്സൈഡിൽ 1870 രൂപയുടെ ടാർഗറ്റാണ് ഷെയർഖാൻ നൽകിയിരിക്കുന്നത്. കമ്പനി അതിൻ്റെ കടബാധ്യത കുറച്ചതും 2016 സ്പെക്ട്രം അക്വിസിഷനുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസ് പൂർത്തിയാക്കിയതും കൂടാതെ ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1870 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് DLFന് 15% അപ്സൈഡിൽ 1010 രൂപയുടെ ടാർഗറ്റാണ് ഷെയർഖാൻ നൽകിയിരിക്കുന്നത്. ഡൽഹി NCR റീജിയനിലുള്ള കമ്പനിയുടെ സ്ട്രോങ് പൊസിഷനും സ്ട്രോങ് പ്രോജക്റ്റ് പൈപ്പ്ലൈനും ഹ്യൂജ് റെൻ്റൽ പോർട്ട്ഫോളിയോയും പരിഗണിച്ചാണ് ബൈ എന്ന റേറ്റിംഗും 1010 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. മൂന്നാമത്തേത് ബാങ്കിങ് സെക്ടറിലെ ICICI ബാങ്കിൻ്റെ റിട്ടേൺ ഓൺ അസറ്റ് അല്ലെങ്കിൽ ROA 2% മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യും. കൂടാതെ ഹെൽത്തി ഗ്രോത്ത് സസ്റ്റെയിൻഡ് ബേസിസിൽ ICICI ബാങ്കിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 10% അപ്സൈഡിൽ 1500 രൂപയുടെ ടാർഗറ്റാണ് ഷെയർഖാൻ നൽകിയിരിക്കുന്നത്. ICICI ബാങ്ക് പോലെ തന്നെ SBIക്കും ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 1080 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 25% അപ്സൈഡിലുള്ള ടാർഗറ്റ്. സ്ട്രോങ് ക്രെഡിറ്റ് ഗ്രോത്തും റീറ്റെയിൽ SME കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലുണ്ടായിരിക്കുന്ന വളർച്ചയുടെയും പശ്ചാത്തലത്തിലാണ് SBIക്ക് ബൈ എന്ന റേറ്റിംഗും 25% അപ്സൈഡിൽ 1080 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ജുബിലൻറ്റ് ഫുഡിനും ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 10% അപ്സൈഡിൽ 765 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. റീസെൻ്റ്ലി
ജുബിലൻറ്റ് ഫുഡ് വരുന്ന 6 മാസത്തിനുള്ളിൽ 3000-ലധികം സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. L&Tക്കും ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 4550 രൂപയുടെ ടാർഗറ്റും നൽകി. ആത്മനിർഭർ സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു കമ്പനിയാണ്. ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹെവി എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ സെക്ടറുകളിൽ നിന്നും കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകളും ലഭിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിനെയും ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 1827 രൂപയുടെ ടാർഗറ്റ്, അതായത് 48% അപ്സൈഡുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ലോങ് ടൈം ഗ്രോത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ എനർജി, ഡിജിറ്റൽ, റീറ്റെയിൽ തുടങ്ങിയ സെക്ടറിൽ കമ്പനിക്ക് ഗ്ലോബൽ പ്രസൻസുമുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ടാറ്റാ മോട്ടോഴ്സ്. ടാറ്റാ മോട്ടോഴ്സിന് 50% അപ്സൈഡിൽ 1099 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ജഗ്വാർ, ലാൻഡ് റോവർ, പാസഞ്ചർ വെഹിക്കിൾ, കൊമേഴ്സ്യൽ വെഹിക്കിൾ തുടങ്ങിയ സെഗ്മെൻറ്റിലുണ്ടായിരിക്കുന്ന വളർച്ചയും നെറ്റ് ഓട്ടോമോട്ടീവ് ഡെപ്റ്റ് കുറയുന്നതുമാണ് ടാറ്റാ മോട്ടോഴ്സിന് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടാറ്റാ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗിൽ 50% അപ്സൈഡുള്ള ടാർഗറ്റ് ഷെയർഖാൻ നൽകിയത്. മറ്റൊരു സ്റ്റോക്ക് TCS അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ്. 25% അപ്സൈഡിൽ 5230 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. BFSI, കമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിംഗ്, റീറ്റെയിൽ, ഹൈടെക് തുടങ്ങിയ സെക്ടറിലുള്ള കൺസിസ്റ്റൻ്റ് ഓർഗാനിക് ഗ്രോത്ത് പരിഗണിച്ചാണ് ഷെയർഖാൻ TCSന് 25% അപ്സൈഡിൽ 5230 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഉയർത്തുന്നതും ഹൗസിംഗ് സെക്ടറിൽ വന്ന ഡിമാൻഡും അൾട്രാടെക് സിമെൻറ്റിന് അനുകൂലമായി പ്രവർത്തിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 13% അപ്സൈഡിൽ 13000 രൂപയുടെ ടാർഗറ്റാണ് അൾട്രാടെക് സിമെൻറ്റിന് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്